അശോകേട്ടന്റെ മകൾ ഭീകരവാദിയുടെ കൂടെ പോയി. അശോകേട്ടൻ 2 വരി നാമം ചൊല്ലാൻ പഠിപ്പിച്ചില്ല. എന്തിനാണ് പൂരം എഴുന്നള്ളിപ്പ് നടത്തുന്നത്, എന്തിനാണ് ഇങ്ങനെ പൂരത്തിന് പൈസ ചെലവഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ചില യുക്തിവാദികളായിട്ടുള്ള ആളുകളുണ്ട്. 10 വയസ്സുള്ള കുട്ടിക്ക് MDMA അനുജത്തി കുട്ടിക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? ജനങ്ങളോട് പറയുകയാണ്, ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. അവനെ കണ്ടാലേ അറിയാം അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. നാളെ നമ്മുടെ വീട്ടിലെ മകന്റെ കുട്ടിയും മകളുടെ കുട്ടിയിലേക്കും ഈ രാസലഹരി കേരളത്തിൽ എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 1 ഡസനോളം വരുന്ന കന്യാസ്ത്രീ അമ്മമാർ അവിടെ ഇരുന്നു കൊണ്ട് അവർ പുസ്തകം നോക്കിയിട്ട് ഈ മരിച്ചു പോയിട്ടുള്ള ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുട്ടികൾ യേശുദേവൻ കുരിശിൽ കിടന്നിട്ടില്ല എന്ന് പറയാൻ അവരുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? ISROയിലെ വലിയ വലിയ പദവികൾ വഹിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ 4:30 മണിക്ക് എണീറ്റ് ഞങ്ങൾ ഗണപതി ഹോമം നടത്തിയിട്ടുണ്ട് എന്ന് അവർ ജനങ്ങളോട് പറയുകയാണ്. ഗുരുദേവൻ പറഞ്ഞു, നിങ്ങൾ ശക്തരാകണം. എങ്ങനെ ശക്തരാകണം? സംഘടന കൊണ്ട് ശക്തരാകണം. ഗുരുദേവൻ സംഘടനയെക്കുറിച്ച് പറയുന്നത് മനുഷ്യർ ഒരുമിച്ച് കൂടണം എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് തന്നെയാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, ഗുരുദേവൻ ജന്മം കൊള്ളുന്നതിന് എത്രയോ കാലഘട്ടം മുമ്പ് വേദ പുരാണ ഉപനിഷത്ത് എല്ലാം തന്നെ പഠിപ്പിച്ചുകൊണ്ട് പൂർവസൂരികളായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാര് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് എന്താണ്? എന്തിനാണ് ഒരു ക്ഷേത്രം? ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും ചൈതന്യവത്തായിട്ടിരിക്കുന്ന ഈശ്വരനോ ഈശ്വരിയോ അവിടേക്ക് ആളുകൾ ഒരുമിച്ച് കൂടുക. ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മൾ ഐക്യപ്പെടുകയാണ്. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്താണ്? നമുക്ക് സന്തോഷമുണ്ടാവുകയാണ്. എന്തിനാണ് അമ്പലപ്പറമ്പുകളിലേക്ക് പോകുന്നത്? ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ വിശ്വാസികൾ, ഹിന്ദു വിശ്വാസികൾ അമ്പലപ്പറമ്പിലേക്ക് പോകുന്നത്? എന്തിനാണ് ഒരുമിച്ച് കൂടുന്നത്? എന്തിനാണ് പൂരം എഴുന്നള്ളിപ്പ് നടത്തുന്നത്? എന്തിനാണ് ഇങ്ങനെ പൂരത്തിന് പൈസ ചെലവഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ചില യുക്തിവാദികളായിട്ടുള്ള ആളുകളുണ്ട്. അതെന്തിനാണ് എന്നറിയണമെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തിനാണ് നാമം ജപിക്കുന്നത്? എന്തിനാണ് സന്ധ്യയ്ക്ക് ദീപം വെച്ചുകൊണ്ട്? പണ്ട് അറിവില്ലാത്ത ആളുകൾ, കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എന്തു പറയും? എഴുത്തും വായനയും ഇല്ലാത്ത അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയുമാണെങ്കിൽ അവർ പറയും, നാമം ചൊല്ലി പഠിച്ചോ എന്ന് ചോദിക്കും. സ്കൂളിൽ നിന്ന് വന്നാൽ, ക്ലാസ് മുറിയിൽ നിന്ന് വന്നാൽ നീ പുസ്തകം വായിച്ചു പഠിച്ചോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് മേല് കഴുകിക്കോളൂ, എന്നിട്ട് നാമം ചൊല്ലിക്കോളാനാണ് പറയുക. അപ്പം എന്താ നാമം? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് കുഞ്ഞു കുട്ടികളിരുന്നിട്ട് നാമം ചൊല്ലും. അതിൽ കൃത്യമായിട്ടായിരിക്കുമോ കുട്ടികൾ ചൊല്ലുക? ആവണമെന്നില്ല. കാരണം നാമം ഇത്ര സമയം ചൊല്ലണം, അത് കഴിഞ്ഞ് എണീക്കണം എന്ന് കരുതിയിട്ടുള്ള കുട്ടിക്കുറുമ്പുള്ള ആളുകളൊക്കെ നാമം ചൊല്ലുന്ന സമയത്ത് സമയമായോ, അന്ന് വാച്ചൊന്നുമില്ലാത്ത വീടുകളുണ്ട്, പക്ഷേ കുറേ നേരമായല്ലോ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ അവർ വളർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ എന്താണ്? നിങ്ങൾ സംസ്കൃതം പഠിച്ചോ പഠിച്ചില്ലയോ വിഷയമല്ല, പക്ഷേ ഭഗവത്ഗീത ചൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പൊ എന്താണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനം അബ്രവീത് എന്ന് തുടങ്ങുന്ന ആ ഭഗവത്ഗീത ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല, പക്ഷേ നമ്മളോട് വായിക്കാൻ പറഞ്ഞു. വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം മലയാളത്തിൽ അതും പഠിക്കാൻ വേണ്ടിയിട്ട് ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞു. നമ്മളൊന്നും അറിയാതെ, അങ്ങനെ സംസ്കൃതം പഠിക്കാതെ നമ്മൾ മന്ത്രാക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങി. വീട്ടിലുള്ള അമ്മയെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, അതിഥി ദേവോ ഭവ, തിഥി നോക്കാതെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥിയെ ഈശ്വരനായിട്ട് കാണാൻ പഠിപ്പിച്ചു. ആചാര്യദേവോ ഭവ, ഗുരുവിനെ ദൈവമായിട്ട് കാണാൻ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് വാർത്തെടുത്ത് കൊണ്ടുവന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ആ സമൂഹത്തിൽ
ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിനടുത്ത് ഒരു അരയാൽത്തറയുണ്ടെങ്കിൽ അരയാൽത്തറയുടെ മുന്നിലിരിക്കുന്ന അവിടത്തെ ഗുരുവിന് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരാൾക്ക് രാമകൃഷ്ണന്റെ മകള് കടന്നു പോകുമ്പോൾ ഇത് രാമകൃഷ്ണന്റെ മകളാണ് എന്ന് അമ്പലത്തിനകത്തുള്ള ആൾക്ക് അറിയാമായിരുന്നു. അപ്പുറത്ത് നടന്നു പോകുന്നത് വിനോദിന്റെ മകളാണെങ്കിൽ ഇത് വിനോദിന്റെ മകളാണ് എന്നറിയാൻ സാധിക്കുമായിരുന്നു. ഇന്നെന്താണ്? ഇന്ന് വലിയ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് നമ്മളൊക്കെ മാറി. ശ്രീനാരായണ ഗുരുദേവനെ ഈശ്വരനായിട്ട് കാണുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഇഷ്ടമുള്ളവരുടെ സ്വാതന്ത്ര്യമാണ്. എന്നാലോ ചാത്തസ്വാമിയെ, അതായത് കുട്ടിച്ചാത്തനെ പൂജിക്കുന്നവരുണ്ട്, ഇല്ലേ? പല രൂപത്തിലും ഭാവത്തിലും ഭഗവാൻ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നവരുണ്ട്. മഹാവിഷ്ണുവിന്റെ പൂജാവിധി അല്ല വെള്ളാട്ടുകർമ്മം നടത്തുന്ന മുത്തപ്പന്റെ പൂജാവിധി, ആണോ? മഹാദേവനായിട്ടുള്ള ശിവദേവന് മഹാദേവന് കൊടുക്കുന്ന പൂജയാണോ പാർവതീ ദേവിക്ക് കൊടുക്കുന്നത്? അതിലും വ്യത്യസ്തതയുണ്ട്. അമ്മയെ ദേവിയായി, അഷ്ടലക്ഷ്മിയായി, ധ്യാനലക്ഷ്മിയായി, കാളിയായി, ഭദ്രയായി, ദുർഗയായി ഏതെല്ലാം രൂപത്തിൽ ആരാധിക്കാൻ, 33 തരത്തിൽ ആരാധിക്കാൻ സൗകര്യമുള്ള, താല്പര്യമുള്ള ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞവർക്ക് ആ സിദ്ധാന്തത്തെയും ഈ നാട്ടിൽ കൊണ്ടു നടക്കാം എന്ന് പറഞ്ഞ പൂർവസൂരികളുടെ നാട്ടിൽ നമ്മൾ എന്തിനാണ് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഇന്ന് പല മഹാമാരികളും നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് കടന്നു വരികയാണ്, നമ്മുടെ പട്ടണങ്ങളിലേക്ക് കടന്നു വരികയാണ്. അമ്മയെ മകൻ അടിക്കുകയാണ്. അമ്പലത്തിൽ പോയി എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന, അമ്മയെ ദേവിയായിട്ട് കാണണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു സംസ്കാരത്തിൽപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടി എങ്ങനെയാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് അമ്മയെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിക്കുന്നത്? ഇസ്ലാം മതവിശ്വാസത്തിൽ പഠിച്ചിട്ടുള്ള, മദ്രസയിൽ പോയിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് എങ്ങനെയാണ് സ്വന്തം ഉമ്മയെയും സ്വന്തം അനുജനെയും ഒരു ദിവസം 5 പേരെ തലക്കടിച്ച് കൊല്ലാൻ അവന്റെ മനസ്സിനകത്തേക്ക് എങ്ങനെയാണ് ആ വിഷം കടന്നു വന്നിട്ടുള്ളത്? എന്താ അർത്ഥം? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് ജാതിക്കും മതത്തിനും വ്യക്തിക്കും അതീതമായി മലീമസമായ ചിന്തകൾ മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് കടന്നു വന്ന് നമ്മുടെ കുട്ടികളെ ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് അതിനെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് പള്ളികൾ. പ്രാർത്ഥനയെന്ന് പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള വഴിയാണ്. 2-3 ദിവസം മുൻപ് എൻ്റെ നാടിനടുത്തുള്ള ഒരു വീട്ടിൽ ഒരു മരണമുണ്ടായിട്ട് ആ മരണച്ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പോൾ എൻ്റെ തറവാട്ടിൽ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു ചെറിയ പലചരക്ക് കട നടത്തുന്ന ആളുടെ അമ്മയാണ് മരിച്ചത്. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആ ചടങ്ങിൽ അമ്മയുടെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ ഞാൻ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് 1 ഡസനോളം വരുന്ന കന്യാസ്ത്രീ അമ്മമാർ അവിടെ ഇരുന്നു കൊണ്ട് അവർ പുസ്തകം നോക്കിയിട്ട് ഈ മരിച്ചു പോയിട്ടുള്ള ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരെന്തുകൊണ്ടാണ് അവരുടെ കുട്ടികൾ യേശുദേവൻ കുരിശിൽ കിടന്നിട്ടില്ല എന്ന് പറയാൻ അവരുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? കാരണം അവർക്ക് ബൈബിള് വായിക്കാൻ അറിയാം, അവർക്കത് ജപിക്കാൻ അറിയാം, അവർക്ക് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചൊല്ലണമെന്നറിയാം, എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാം. പള്ളിയിൽ പോയാൽ അവിടെ സന്മാർഗ ക്ലാസ് പഠിക്കാൻ അവർക്ക് നാണക്കേടില്ല, അവരതിനെ ഈശ്വരീയമായിട്ട് കരുതുന്നു. അവരോട് അസൂയ തോന്നിയിട്ട് കാര്യമുണ്ടോ? എന്നാൽ പല വീടുകളിലും മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ മരണാനന്തര ക്രിയ നടത്തുന്നതിന് പോലും തയ്യാറല്ലാതെ വളരെ നെഗറ്റീവായിട്ട് മരണാനന്തര കർമ്മങ്ങൾ നടത്തുന്ന ചില വീടുകളെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. എന്നാൽ അതിന് ഒരു വളരെ മാറ്റമാണ്. ഗുരുദേവൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നവരും ഗുരുദേവനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരും ഒക്കെ കൃത്യമായിട്ട് അങ്ങനെയുള്ള ഭൗതിക ലോകത്തെ ജീവിതത്തെയും ഇഹലോക ജീവിതത്തെയും മനസ്സിലാക്കിക്കൊണ്ട് 1 ഡസനോളം വരുന്ന അമ്മമാർ, SNDPയിൽ പ്രവർത്തിക്കുന്ന വനിതാ അമ്മമാർ കൂട്ടായിട്ട് നാമം ചൊല്ലുന്ന വീടുകളെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ ഡോക്ടറായാൽ
എഞ്ചിനീയർ ആയാൽ, ടെക്നോളജിസ്റ്റ് ആയാൽ, അവൻ സമൂഹത്തിൽ അവൻ്റെ മുത്തശ്ശനും അവൻ്റെ മുത്തശ്ശിയും പറഞ്ഞ കാര്യങ്ങളിൽ സയൻസ് ഇല്ല, അല്ലെങ്കിൽ എന്താണ് ഈശ്വരീയമായിട്ടുള്ള ടെമ്പർ ഇല്ല എന്ന് പറയുന്ന അവസ്ഥ എങ്ങനെയാ ഉണ്ടായത്? അവരുടെ മനസ്സിനകത്തേക്ക് ഇത് നമ്മൾ സന്നിവേശിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു. ആ വിട്ടുവീഴ്ച ചെയ്തത് കൊണ്ട് അശോകേട്ടൻ്റെ മകൾ ഭീകരവാദിയുടെ കൂടെ പോയി. അശോകേട്ടൻ 2 വരി നാമം ചൊല്ലാൻ പഠിപ്പിച്ചില്ല, വിളക്ക് വെക്കാൻ പഠിപ്പിച്ചില്ല, ജപിക്കാൻ പഠിപ്പിച്ചില്ല. അപ്പോൾ ഞാനിതൊരിക്കൽ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിൻ്റെ തൊട്ടു താഴെ ഒരാൾ ചോദിച്ചു, നാമം ചൊല്ലാൻ പഠിച്ചാൽ എല്ലാം ആകുമോ നേതാവേ എന്ന് ചോദിച്ചു. നാമം ചൊല്ലാൻ പഠിച്ചാൽ പലതുമാകുമെന്ന് പലരുടെയും ജീവിതം നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട്. ഏറ്റവും ബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാർ, ISROയിലെ വലിയ വലിയ പദവികൾ വഹിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ അവിടെ എത്രയോ വർഷം പഠിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ, അവര് പറയുകയാണ്, ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം ഭൂബലസാരപക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വരപാദ പങ്കജം എന്ന് ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ 4:30 മണിക്ക് എണീറ്റ് ഞങ്ങൾ ഗണപതി ഹോമം നടത്തിയിട്ടുണ്ട് എന്ന് അവർ ജനങ്ങളോട് പറയുകയാണ്. ഏറ്റവും വലിയ ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ പറയുകയാണ്, ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, എന്നോട് നേരിട്ട് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം പറയുകയാണ്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞിട്ടേ മറ്റെന്തും പറയൂ, എന്തും പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർക്കാകാമെങ്കിൽ, ശാസ്ത്രജ്ഞനാകാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൂടാ ഈ കാര്യങ്ങൾ? അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ കൂടി മാറണം. 4 അക്ഷരം ഭഗവത്ഗീത പഠിക്കാനും, നമ്മുടെ ഉപനിഷത്ത് എന്താണെന്ന് അറിയാനും, നമ്മുടെ സാമവേദവും യജുർവേദവും ഋഗ്വേദവും ഉൾപ്പെടെയുള്ള നമ്മുടെ 4 വേദങ്ങളെ കുറിച്ച് അറിവുള്ളവർ കുറച്ച് സമയം പറഞ്ഞു തന്നാൽ അത് കേൾക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള കേന്ദ്രങ്ങൾ കൂടിയായിട്ട് ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രമുറ്റങ്ങളും മാറണം എന്നാണ്. ചില അമ്പല പരിപാടികളിൽ പോകുന്ന സമയത്ത് കാണും, എന്താണെന്ന് അറിയുമോ, ഒറ്റ ചെറുപ്പക്കാരുണ്ടാവില്ല. 15 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള നമ്മുടെ കുട്ടികളൊക്കെ എവിടെ പോയി? ഇവിടെ കുറച്ച് പേരുണ്ട്, ഇല്ല എന്നുള്ളതല്ല. നമ്മുടെ മക്കൾക്കൊക്കെ എന്തു പറ്റി? അവരെവിടെ പോയി? അവരുടെ തലയ്ക്കകത്ത് എന്താണ്? അവർ എങ്ങനെയാണ് 12 വയസ്സുള്ള കുട്ടി 10 വയസ്സുള്ള കുട്ടിക്ക് MDMA അനുജത്തി കുട്ടിക്ക് കൊടുക്കുന്നത്? എങ്ങനെയാണ് തന്നെ കയ്യും കാലും വളരുന്നത് നോക്കി വളർത്തി വലുതാക്കിയിട്ടുള്ള അമ്മയെ, 70 വയസ്സുള്ള അമ്മയെ അടിക്കുന്ന ഒരു ചിത്രം, ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് നമ്മൾ TV ചാനലിലൂടെ കണ്ടത്? ഇതാണോ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന് പഠിപ്പിച്ച നമ്മുടെ സംസ്കാരത്തിന് എന്തു പറ്റി? ഈ ചോദ്യം ചോദിക്കണ്ടേ? എന്താ പറ്റാൻ കാരണം? ഇപ്പൊ ഇന്നലെ കഞ്ചാവ് പൊതി കോളേജിൽ നിന്ന് പിടിച്ചെടുത്തു. കോളേജിൽ നിന്ന് കഞ്ചാവ് പൊതി പിടിച്ചെടുത്തിട്ട് ഒരുത്തൻ പറയുകയാണ്, ഒരു മടിയുമില്ലാതെ ജനങ്ങളോട് പറയുകയാണ്, ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. അവനെ കണ്ടാലേ അറിയാം അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എന്തു പറ്റി? തലയിൽ തൊപ്പി വെച്ച് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്ന് പുറത്തിറങ്ങാൻ അമ്മമാര് പറയുകയാണ്, ഞങ്ങൾ എങ്ങനെ പുറത്തിറങ്ങും ചോദിക്കുകയാണ്. ആ കോളേജിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി അയച്ച കത്ത് പോലീസുകാരൻ ചോർത്തി പത്രക്കാർക്ക് കൊടുത്തു. എങ്ങനെ? പാടുണ്ടോ? നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ, നമ്മുടെ കോളേജിൽ മയക്കുമരുന്ന് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ, പോലീസ് അധികാരികളെ ആരെങ്കിലും ഒരാൾ അത് എഴുതി അറിയിച്ചാൽ ആ വ്യക്തിയെ വരെ കൊലപ്പെടുത്താൻ സാധ്യതയുള്ള രീതിയിൽ ആ കത്ത് എങ്ങനെയാണ് പോലീസ് അധികാരികൾ മറ്റുള്ളവർക്ക് കൈമാറി കൊടുത്തത്? ആരോടാണ് കേരളത്തിലെ പോലീസ് അധികാരികൾക്കുള്ള കൂറ്? ഇതെല്ലാം ചോദിക്കാൻ എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാർ, സഹോദരന്മാർ, അവിടെ രാഷ്ട്രീയം വേണോ? ഞാൻ BJP ആണ്, നിങ്ങളിൽ കോൺഗ്രസ് ഉണ്ടാകും, മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും. പക്ഷേ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം വരുന്ന ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അതിനാണ് കാളിയായി മാറേണ്ടത്. എന്താണ്? കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാരക്ഷ പാലയ പാലയ, ഇത് ജപിക്കാൻ സാധിക്കേണ്ടത്. അവിടെയാണ് ഒരു സ്ത്രീ
കാളിയായിട്ട് മാറേണ്ടത്. അവിടെയാണ് ഒരച്ഛൻ, സാക്ഷാൽ മഹാദേവന്റെ രൂപം, അദ്ദേഹത്തിന്റെ താണ്ഡവ നൃത്തം നടന്നത്. ഓർമ്മയില്ലേ നമുക്ക്? ഈ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പുരുഷന്മാർ മഹാദേവന്മാരായിട്ട് മാറണം, അമ്മമാർ ഒറിജിനൽ ഭദ്രകാളികളായിട്ട് മാറണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ സമൂഹത്തെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റുകൾ കാണുന്ന സമയത്ത് അത് അവിടെയല്ലേ എന്നാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, നാളെ നമ്മുടെ വീട്ടിലെ മകൻ്റെ കുട്ടിയും മകളുടെ കുട്ടിയിലേക്കും ഈ രാസലഹരി കേരളത്തിൽ എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കുട്ടിക്ക് മിഠായിയുടെ രൂപത്തിലാണ് കൊടുക്കുന്നത്. അപ്പൊ കേരളം ഇങ്ങനെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഈശ്വരീയമായിട്ടുള്ള അംശങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് കൂടുതൽ കൂടുതൽ കൊടുക്കാൻ വേണ്ടി അമ്മമാർ ഇവിടെ ചൊല്ലിയിട്ടുള്ള പ്രാർത്ഥന, അത് നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടിയെ മുതൽ നിങ്ങൾ ഓരോരുത്തരും ചൊല്ലി പഠിപ്പിക്കണം എന്ന് അപേക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ കാര്യങ്ങളെല്ലാം സൂചന നൽകി എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ പോകട്ടെ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ പള്ളിയിൽ പോകട്ടെ, ഹിന്ദു കുട്ടികൾ, നമുക്ക് എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോകട്ടെ. എന്നാൽ എല്ലാ കുട്ടികളും മൂല്യമുള്ളവരായിട്ട് മാറണം എന്നുള്ള കാര്യത്തിൽ എല്ലാ രക്ഷാകർത്താക്കൾക്കും ഒരുപോലെ പങ്കുണ്ട്. അത് എല്ലാവരുടെ കുഞ്ഞുങ്ങളും ഒന്നാണ് എന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്ത് മുഴുവൻ സുഖമുണ്ടാകട്ടെ എന്നുള്ള മന്ത്രാക്ഷരങ്ങളെ ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് സർവേഭി സുഖിന സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു.